നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ഈ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഖ്യ ചർച്ചകളെക്കുറിച്ചാണ്. കേരളത്തിൽ ഇപ്പോൾ ആനി രാജ ഇന്നിപ്പോൾ പറഞ്ഞ ഒരു സംഗതി, രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു നിന്ന് മത്സരിക്കുക വഴി അദ്ദേഹം ഒരു കേരള കോൺഗ്രസ്സുകാരനായി ചുരുങ്ങിപ്പോയി, കോൺഗ്രസ് അദ്ദേഹത്തോട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ്. കോൺഗ്രസ് അതിനോട് പ്രതികരിക്കുന്നത്, രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കുന്നു, അതിന് ഇത്ര വേവലാതി എന്തിനാണ്? ആ സിറ്റിംഗ് സീറ്റ് അദ്ദേഹത്തിൻ്റെതാണ്. അവിടെ വലിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാതിരിക്കാനുള്ള മര്യാദ കാണിക്കേണ്ടിയിരുന്നത് CPI LDF ആയിരുന്നു എന്നുള്ള മറുപടി ഇന്നിപ്പോൾ ടി സിദ്ദിഖ് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ സഖ്യത്തോട് കോൺഗ്രസ് ചെയ്യുന്നത് എന്ത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ബിനോയ് വിശ്വവും ആനി രാജയൊക്കെ ഇന്ന്. അതേസമയം ഇന്ത്യ സഖ്യത്തോട് നിങ്ങൾ എന്തുമാത്രം സഹകരിച്ചിട്ടുണ്ട് എന്ന ചോദ്യം, മറുചോദ്യം രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ ചോദിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ നടത്തിയ പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കാൻ വന്നോ? നരേന്ദ്രമോദിയെ ഭയന്നിട്ടാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാകാൻ പിണറായി വിജയൻ ഭയപ്പെടുന്നത് പോലുള്ള മറു ആക്ഷേപങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. ദാവൂദ് സാഹിബിന് എന്താണ് തോന്നുന്നത്, ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റും കേരളത്തിലെ മത്സരവും ഇതൊരു വലിയ വൈരുദ്ധ്യം പ്രകടമാണ്, ഒരു വൈചിത്ര്യം അതിനകത്ത് കാണാനുണ്ടോ? ആ വൈരുദ്ധ്യം പ്രകടമാകുന്നതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ വടകര മണ്ഡലം എടുക്കുക. വടകര മണ്ഡലത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ഷാഫി പറമ്പിലും CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ടീച്ചറും ആണ് പ്രധാന മത്സരം. അപ്പോൾ ഈ വടകര മണ്ഡലത്തിൽപ്പെട്ട ഒരു അസംബ്ലി സെഗ്മെൻറ്റാണ് തലശ്ശേരി. വടകരയിൽ നിന്ന് നമ്മൾ തലശ്ശേരിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മാഹിയിലൂടെയാണ് പോകേണ്ടത്. വടകരയിൽ നിങ്ങൾക്ക് ഷാഫിയുടെയും ശൈലജ ടീച്ചറുടെയും പോസ്റ്ററുകൾ കാണാൻ പറ്റും. മാഹിയിലെത്തിയാൽ കാണുന്ന പോസ്റ്റർ എന്തായിരിക്കും അറിയോ? വലിയ ശിവകാശിയിലടിച്ച വലിയ പോസ്റ്ററായിരിക്കും. ആ പോസ്റ്ററിൽ ആരൊക്കെ ഉണ്ടാകും അറിയോ? സോണിയാജി ഉണ്ടാവും, രാഹുൽജി ഉണ്ടാവും, സ്റ്റാലിൻ ഉണ്ടാവും, സീതാറാം യെച്ചൂരി ഉണ്ടാവും, D രാജ ഉണ്ടാവും. ഇവരൊക്കെ ഉള്ള പോസ്റ്ററായിരിക്കും ഈ വടകരയിൽ നിന്ന് തലശ്ശേരിക്ക് പോകുമ്പോൾ മാഹിയിൽ ഉണ്ടാവുക. കഴിഞ്ഞ ഇലക്ഷനിലും അങ്ങനെ തന്നെയായിരുന്നു. അതെന്താണ്? അത് തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും വേറെയാണ് പരിപാടി. അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPM തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ളൊരു ഒരു ഫോട്ടോ ഉണ്ട്. എന്താണ്, അവിടുത്തെ CPMൻ്റെ 2 സ്ഥാനാർത്ഥികളും മുസ്ലിം ലീഗിൻ്റെ ഓഫീസായിട്ടുള്ള കായിദെ മില്ലത്ത് സ്മാരകത്തിൽ പോയിട്ട് ഖാദർ മൊയ്തീനെ കണ്ട് സംസാരിക്കുന്ന ഫോട്ടോ CPMൻ്റെ തന്നെ ഒഫീഷ്യൽ പേജിലാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ എളമരം കരീം അല്ലെങ്കിൽ വസീഫ് പാണക്കാട് തങ്ങളെടുത്ത് പോയിട്ട് അങ്ങനെ ഒരു പടം എടുത്തിടുന്നതെന്ന് സങ്കല്പിച്ച് നോക്കൂ. അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ തന്നെ ഇതാണ് ഇതിലെ നിഷാദ് പറഞ്ഞ വൈരുദ്ധ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം. ഇതെന്ത് ഭയങ്കര മോശമാണെന്ന് വെച്ചാൽ അങ്ങനെ മോശമൊന്നുമല്ല. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വൈവിധ്യം നിറഞ്ഞ ഒരു രാജ്യമാണ്. അതിനകത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ നിലപാട്, ഒരേ സമീപനം, ഒരേ രാഷ്ട്രീയ സഖ്യം എന്നൊക്കെ പറയുന്നത് വളരെ ഐഡിയലായുള്ള കാര്യമാണ്. പക്ഷേ അതൊന്നും നടക്കില്ല. അങ്ങനെ നടക്കുന്ന കാര്യമല്ല. അത് ഈ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഇതിൽ മാത്രമല്ല. ഇപ്പം NDA എടുത്തു കഴിഞ്ഞാൽ PDP എന്ന് പറയുന്ന പാർട്ടി, ജമ്മു കാശ്മീരിലെ PDP BJPയുടെ സഖ്യകക്ഷിയായിരുന്നു. അവരൊന്നിച്ച് അവിടെ അധികാരം പങ്കിട്ടിട്ടുണ്ട്. ഈ PDP എന്ന് പറയുന്നത് എന്താണ്? അതിനെക്കുറിച്ച് പറയുന്നത് അതൊരു സോഫ്റ്റ് സെഷനിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ്. മൃദു വിഘടനവാദ പ്രസ്ഥാനം. ഒന്നുമില്ലെങ്കിൽ വിഘടനവാദ, അവിടെ ഈ ആംഡ് സ്ട്രഗിളിലൂടെ കശ്മീരിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സംഘടനകളുണ്ട്. അപ്പോൾ അവർക്കും ഭരണകൂടത്തിനും ഇടയിൽ ഒരു മധ്യവർത്തി നയം സ്വീകരിക്കുന്ന, ഒരു സോഫ്റ്റ് സെഷനിസ്റ്റ് അപ്രോച്ച് സ്വീകരിക്കുന്ന സംഘടനയാണ് PDP. BJP എന്ന് പറയുന്നതോ, BJP എന്ന് ഹാർഡ് കോർ നാഷണലിസത്തിൻ്റെ ആളുകളാണ്. കശ്മീർ എന്ന് പറഞ്ഞാൽ തന്നെ അവർ എന്താണ് ഇങ്ങനെ വിജൃംഭിക്കുന്ന ടൈപ്പ് ആളുകളാണ്. അപ്പോൾ ആ PDP ആയിട്ട് അവർ അവിടെ സഖ്യത്തിലേർപ്പെടുകയും ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് എല്ലായിടത്തും ഒരേ മാതിരിയുള്ള രാഷ്ട്രീയ മുന്നണികൾ രൂപീകരിക്കുക എന്നൊക്കെ പറയുന്നത് അത് സാധ്യമല്ല. അപ്പം ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്ന പേരിൽ അവർ സഖ്യം ഉണ്ടാക്കുന്നു. അവരുടെ കോർ അജണ്ട എന്താണ്? ഈ പറയുന്ന NDA ഭരണം, അത് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വഭാവത്തെയും ഇല്ലാതാക്കുന്ന ഒരു സംവിധാനമാണ്. അത് കേവലമായ ഒരു മുന്നണിയുടെ, ഒരു പാർട്ടിയുടെ അധികാരം എന്നതിലപ്പുറം ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം, ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം, അതിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അത് അവസാനിപ്പിക്കണം എന്ന ഒരൊറ്റ അജണ്ടയിൽ ഫോം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യപ്പെടുന്ന ഒരു മുന്നണി ഇന്ന് നിലവിലെ ഈ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു മുന്നണി രൂപീകരിക്കുക എന്നുള്ളത് തന്നെ പ്രയാസകരമായുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ഒരു പേരിനെങ്കിലും ഒരു മുന്നണി ഫോം ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എല്ലാ സംസ്ഥാനത്തും അത് ഒരേപോലെ, ഒരേ അളവിൽ, ഒരേ സാന്ദ്രതയിൽ
ഒരേ തൂക്കത്തിൽ അത് പ്രവർത്തിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അർത്ഥമില്ല. കേരളത്തിൽ ഇതിലെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ട്നേഴ്സായിട്ടുള്ള കോൺഗ്രസും CPM-മാണ് ഇവിടുത്തെ ഈ രണ്ട് വിരുദ്ധ രാഷ്ട്രീയ മുന്നണി നേതൃത്വം നൽകുന്നത്. അപ്പോൾ അവർ ഇവിടെ പരസ്പരം മത്സരിക്കാതെ ഇന്ത്യ മുന്നണിയായിട്ട് മത്സരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അത് നിശ്ചയമായും അവർ പരസ്പരം മത്സരിക്കുന്നു. പരസ്പരം മത്സരിക്കുന്നു എന്നുള്ളത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സങ്കല്പത്തെ അട്ടിമറിക്കുന്നുമില്ല. പക്ഷേ അതിനകത്ത് ചില സൂക്ഷ്മതകൾ ഉണ്ടാവേണ്ടതായിരുന്നു. അത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ ആനി രാജ ഉന്നയിക്കുന്നു. അപ്പോൾ അതിന് കോൺഗ്രസ്സുകാർ പറയുന്ന മറുപടി അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, അത് നിശ്ചയമായി അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, ശരിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മുന്നണിയുടെ അതിൻ്റെ സിമ്പലാണ് അദ്ദേഹം. ഇന്ത്യ മുന്നണിയുടെ സിമ്പലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചർച്ചകൾ നടക്കുന്ന സമയത്തിന് ഈ ഔട്ട് ഓഫ് ഫോക്കസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളതിൽ രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം മോഡിയെ തോൽപ്പിക്കുവാൻ വേണ്ടി BJP-യെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആ മുന്നണിയുടെ നേതാവാണ് അദ്ദേഹം. അങ്ങനെ ഇരിക്കെ BJP-യുടെ തട്ടകത്തിൽ നേർക്കുനേരെ അതിനോട് പോരാടുകയായിരുന്നു അദ്ദേഹം വേണ്ടിയിരുന്നത്. അപ്പോൾ അദ്ദേഹം അമേഠിയിൽ മത്സരിക്കുന്നുള്ളത് ശരിയാണ്, അങ്ങനെയല്ല. അദ്ദേഹം സുരക്ഷിതമായ ഒരു മണ്ഡലം സൗത്തിൽ കണ്ടെത്തിയിട്ടാണ് അമേഠിയിൽ മത്സരിക്കുന്നത് എന്നുള്ളത് BJP-യോട് നേർക്കുനേർ ഫൈറ്റ് ചെയ്യാനുള്ള, മോഡിയോട് ഫൈറ്റ് ചെയ്യാനുള്ള ത്രാണി, അതിനുള്ള ബലം വേണ്ടത്ര ഇല്ല ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുന്നുണ്ട്. BJP അത് ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ ഒരു സിമ്പലായി നിൽക്കുന്ന ഒരാൾ ഇന്ത്യ മുന്നണിയിലെ തന്നെ മറ്റൊരു ഘടകകക്ഷിയോട് നേരിട്ട് മത്സരിക്കുക എന്നുള്ളത് അത്ര നല്ല രാഷ്ട്രീയ സന്ദേശമല്ല. അപ്പോൾ വയനാട് ഒഴിവാക്കുക, നിശ്ചയമായും കോൺഗ്രസിന് ന്യായങ്ങളുണ്ട്, ഞങ്ങളുടെ സീറ്റാണ് എന്നൊക്കെ ന്യായങ്ങളുണ്ട്. പക്ഷേ കോൺഗ്രസിന് വേറെ നേതാക്കളുണ്ടല്ലോ. രാഹുൽ ഗാന്ധി വയനാട് ഒഴിവാക്കുക എന്നുള്ളത് ഇന്ത്യ മുന്നണിയെ സ്ട്രെങ്തൻ ചെയ്യുന്നതിൽ നിശ്ചയമായും അത് ഒരു ഘടകമാകുമായിരുന്നു. രണ്ടാമത്തേത്, അതിനുശേഷം കേരളത്തിൽ ഇന്ന് CPM-നുള്ള ഏക സിറ്റിംഗ് സീറ്റാണ് ആലപ്പുഴ. അവിടെ മത്സരിക്കുന്നത് ആരാണ്? ഇന്ത്യ മുന്നണി രാജ്യത്ത് മൊത്തം കെട്ടിപ്പടുക്കേണ്ടതിൽ ചുമതലക്കാരനായിട്ടുള്ള AICC ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ ബോംബെയിലെ റാലിയിൽ ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ CPM-ൻ്റെയും CPI-യുടെയും പ്രതിനിധികൾ പങ്കെടുത്തില്ല എന്നുള്ളതിന് രമേശ് ചെന്നിത്തല വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇവർ പറയുന്ന മറുപടി ഇതാണ്, ഇവിടെയുള്ള CPM-ൻ്റെ അല്ലെങ്കിൽ LDF-ൻ്റെ ഏക സിറ്റിംഗ് സീറ്റ്, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റ് എന്നുള്ളതാണല്ലോ കോൺഗ്രസ് പറയുന്ന ന്യായം. ആലപ്പുഴ ആരുടെ സിറ്റിംഗ് സീറ്റാണ്? CPM-ൻ്റെ സിറ്റിംഗ് സീറ്റാണ്, CPM-ൻ്റെ ഏക സിറ്റിംഗ് സീറ്റാണ്. അവിടെ ആരെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്? AICC ജനറൽ സെക്രട്ടറി. അപ്പോൾ അതെങ്ങനെ ശരിയാകും എന്ന ചോദ്യം ന്യായമായിട്ടും ഇടതുപക്ഷത്തുള്ളവർക്ക് ഉന്നയിക്കാം. ഇത് രണ്ട് കൂട്ടരും ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷേ ആ ശ്രദ്ധയുണ്ട്, തമിഴ്നാട്ടിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആ ശ്രദ്ധ ഇവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിമർശനങ്ങൾക്ക് നിശ്ചയമായും അതിൽ ന്യായമുണ്ട്. ഞാൻ പറയുന്നത് കോൺഗ്രസ് ഇതിലെ മേജർ പ്ലെയറാണ്, ഇന്ത്യ മുന്നണിയുടെ മേജർ പ്ലെയറാണ്. അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, ഇതിനകത്ത് ആ നിലയ്ക്കുള്ള കൂടെ ഡിസ്കഷൻസിന് സാധ്യതയുണ്ട്, വിമർശനങ്ങൾക്ക് പരസ്പരം ഉന്നയിക്കാം. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ അതിന് എന്തൊരു ഒരു ഇമ്പാക്റ്റിൻ്റെ സ്വഭാവം ഉണ്ടോ? അതിനില്ല. അല്ല, കേരളത്തിലെ ഇമ്പാക്റ്റ് എന്നുള്ളതല്ല പ്രശ്നം. ഞാൻ കാണുന്നത് ഇത് രാഹുൽ ഗാന്ധി ബോംബെയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഇതുവരെ പ്രസംഗിക്കാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, മോദി സർക്കാർ രണ്ടാമത് ജയിക്കാൻ കാരണം EVM ആണ്. EVM-ലാണ് അദ്ദേഹത്തിൻ്റെ ശക്തി, അദ്ദേഹത്തിൻ്റെ ആത്മാവ്. അതും രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്ന് രാഹുൽ ഗാന്ധി തീരുമാനിച്ചതാണല്ലോ. ഇപ്പോൾ ആനി രാജ പറയുന്നത് ഇവരൊക്കെ കൂടി ചേർന്ന് അത് നിർബന്ധിച്ചാണ്, AICC വേണുഗോപാലൊക്കെ ചേർന്ന് നിർബന്ധിച്ച് വയനാട്ടിൽ കൊണ്ടുവന്നതാണ്. അങ്ങനെയല്ല, രാഹുൽ ഗാന്ധി തീരുമാനിച്ചാണ്. ആ തീരുമാനിക്കാൻ ഒരു കാരണമുണ്ട്. രാഹുൽ വയനാട്ടിലല്ലാതെ ഉറപ്പായിട്ടും ജയിക്കും എന്നുറപ്പുള്ളൊരു മണ്ഡലം പറയാമോ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത്? കേരളത്തിൽ പോലും കുറവാണ്. ഈ വയനാട് ഞാൻ പറയുന്നു, വയനാട് രാഹുൽ ഗാന്ധി ജയിച്ചേക്കാം. പക്ഷെ ഇന്ത്യയിൽ ഒരു സീറ്റിലും ഇല്ല. അതിൻ്റെ പ്രധാന കാരണമായിട്ട് തമിഴ്നാട്ടിൽ സാധ്യമാണല്ലോ. തമിഴ്നാട്ടിൽ അങ്ങനെ രാഹുൽ പോയി മത്സരിക്കില്ല. അത് വേറൊരു കാര്യം. എന്ന് വെച്ചാൽ മറ്റൊരു പാർട്ടി അവരുടെ ശ്രീപെരുമ്പത്തൂരിൽ മത്സരിക്കാൻ ഒരു സജഷൻ ഉണ്ടായിരുന്നു എന്ന് സിദ്ദിഖ് പറയുന്നുണ്ട്. അതായത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സ്ഥലമാണ്. ഈ ശ്രീപെരുമ്പത്തൂരിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു എന്ന് കരുതുക, അത് തീർച്ചയായിട്ടും BJP ഗുണമാവാണ് ചെയ്യുക. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധിയുടെ മരണമുണ്ടായതിൻ്റെ പാപഭാരം പേറുന്നൊരു പാർട്ടിയോടൊപ്പമാണ് അവിടെ കോൺഗ്രസ് സഖ്യം ചേർന്നിട്ടുള്ളത്. അന്ന് DMK-ക്കെതിരെ എത്ര ആരോപണമാണ്. കാരണം LTT-ക്കാരെ എങ്ങനെയാണ് അവിടെ വന്നത്, തമിഴ്നാട്ടിൽ എങ്ങനെ വന്നു, രാജീവ് ഗാന്ധി എങ്ങനെ കൊന്നു, LTT-ക്കാർക്ക് DMK നൽകിയ പിന്തുണ എന്തായിരുന്നുള്ളത് ആളുകൾക്ക് ഓർമ്മയുള്ള സത്യമാണ്. നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതാണ് അതിനെപ്പറ്റി.
ഈ DMK എങ്ങനെയാണ് LTTE സപ്പോർട്ട് ചെയ്തിരുന്നത്, കൾച്ചറലി ആൻഡ് പൊളിറ്റിക്കലി സപ്പോർട്ട് ചെയ്തിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ വധവുമായി ബന്ധമുള്ള ഒരു സംഘടനയോടൊപ്പം ചേർന്ന് രാഹുൽ ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ മത്സരിക്കുന്ന പ്രചാരണം നടത്തുക BJP ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സുരക്ഷിതം എന്ന് പറയാവുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരേ ഒരു സീറ്റ് വയനാടാണ്. വേറെ എവിടെ മത്സരിച്ചിട്ടും കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം വയനാടുകാരോട് തനിക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് സിദ്ദീഖ് പറയുന്നത്. വയനാടുമായിട്ടുള്ള ജനങ്ങളുടെ ആത്മബന്ധം കൊണ്ടാണ് ഇവിടെ വന്നതെന്ന് സിദ്ദീഖ് പറയുന്നു. യഥാർത്ഥത്തിൽ സുരക്ഷിതമായി നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു സീറ്റ് അത് മാത്രമാണ്. മറ്റൊന്ന് EVM കുറിച്ച് അദ്ദേഹം പറയുന്നതാണ്. ഈ EVM പ്രയോഗത്തിലൂടെ എവിടെയും അദ്ദേഹത്തിൻ്റെ ജയത്തെ അട്ടിമറിക്കാൻ കഴിയും. എവിടെ നിന്നാലും ഇപ്പോൾ കോൺഗ്രസ് സ്ഥിരമായി ജയിച്ചു പോരുന്ന ഏത് മണ്ഡലങ്ങളിലാണെങ്കിലും EVM അട്ടിമറിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം സംശയിക്കുന്നു. അങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസ് അത് ഔപചാരികമായി ഔദ്യോഗികമായി EVM കുറിച്ചുള്ള സംശയം ഏറ്റെടുക്കുകയും ഒരു പൊതുറാലിയിൽ രാഹുൽ ഗാന്ധി എന്നത് പ്രസംഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനേക്കാൾ ഒരു സീറ്റിൽ ജയിക്കുക, പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി ഉണ്ടാവുക എന്നുള്ള തീരുമാനത്തിലാണ് വയനാട് വന്ന് നിൽക്കുന്നത്. അതല്ലാതെ അദ്ദേഹത്തിന് CPM പ്രത്യേകിച്ച് എന്തെങ്കിലും വിരോധമോ യെച്ചൂരിയായിട്ട് അദ്ദേഹം തെറ്റിയതോ ഒന്നുമല്ലല്ലോ പ്രശ്നം. CPM തോക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുമല്ല, അങ്ങനെയുമല്ല. പക്ഷേ KC വേണുഗോപാലിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ പറയുന്നൊരു തർക്കം ഉന്നയിക്കാം. അദ്ദേഹം അവിടെ മത്സരിക്കണമായിരുന്നു. അദ്ദേഹത്തെ പിന്നെ KC വേണുഗോപാൽ വേറെ അവിടെ പോയാണ് മത്സരിച്ച് ജയിക്കുക, അങ്ങനൊരു ചോദ്യമുണ്ടല്ലോ. വേണുഗോപാലിനെയും എന്ത് വേണം, പാർലമെൻറ്റിൽ കൊണ്ടുവരണമെന്ന് അവരാഗ്രഹിക്കുന്നു. കേരളത്തിലല്ലാതെ KC വേണുഗോപാൽ എവിടെ നിന്ന് മത്സരിച്ച് ജയിക്കാനാണ്? ആലപ്പുഴ അല്ലാതെ, ആലപ്പുഴ അദ്ദേഹത്തിന് കുറേ കൂടി ഷുവർട്ടി ഉള്ളൊരു സീറ്റാണ്, അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയുന്നൊരു സീറ്റാണ്. വേറെ അവിടെ പോയാണ് KC വേണുഗോപാൽ മത്സരിക്കുക. വേണുഗോപാൽ രാജസ്ഥാനിലോ അല്ലെങ്കിൽ UP മധ്യപ്രദേശിലോ പോയി ജയിച്ചാൽ മത്സരിച്ച് ജയിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പ്രായോഗികമായിട്ട് കാണുമ്പോൾ രാഹുൽ ഗാന്ധി പ്രായോഗികമായി ജയിക്കാൻ വേണ്ടിയാണ് വയനാട്ടിൽ വന്ന് നിൽക്കുന്നത്. അത് CPM മനസ്സിലാക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇന്ത്യ മുന്നണിയിൽ ഈ ഔദ്യോഗികമായി ഇന്ത്യ മുന്നണിയിൽ CPM ഇല്ലാതായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം മുരളീധരൻ ഒരു ചാനലിനോട് പറഞ്ഞതാണ് അവരിപ്പോൾ ഇന്ത്യ മുന്നണി ഇല്ല, കാരണം ബോംബെയിലെ റാലിയിൽ നിന്ന് CPM വിട്ടു നിന്ന് മോദിയെ പേടിച്ചിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. CPM അതിൻ്റെ ന്യായങ്ങളുണ്ട്. CPM പറയുന്നത് എന്താണ്, അത് കോൺഗ്രസിൻ്റെ റാലിയാണ്, കോൺഗ്രസിൻ്റെ റാലിയിൽ നമ്മൾ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിൽ അത് അവരുടെ പ്രോസ്പെക്ട്സിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും അവർ പോയിരുന്നത്. അതിലും കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ് വലിയ കുറ്റം പറയുന്നില്ല, അത് AICC നേതൃത്വത്തിന് അത്രയും പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. നമ്മളിപ്പോൾ കേരളത്തിൽ എന്താണ് കാണുന്നത്? കേരളത്തിൽ ഞാൻ ഇന്ത്യ മുന്നണിയിൽ നിങ്ങളുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ BJPക്കെതിരെ ആരാണ് ചാമ്പ്യൻ എന്ന രീതിയിൽ UDF LDF പ്രചാരണം നടത്തുന്നത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം അങ്ങനെ ഒരു പ്രചാരണം വരുമ്പോൾ നിങ്ങൾ BJPക്കൊപ്പമാണ്, അല്ല നിങ്ങളാണ് BJPക്കൊപ്പം എന്നുള്ള പരസ്പരമുള്ള പോരാട്ടം യഥാർത്ഥത്തിൽ UDF LDF നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതർവൈസ് മറ്റ് കാരണങ്ങൾ പറഞ്ഞാണ് ഇവർ പ്രചാരണം നടത്തുന്നതെങ്കിൽ അവിടെ BJP കുറേ സ്പേസാണ് ഉണ്ടാവുക. ഇവിടെ UDF പല മണ്ഡലങ്ങളിലും BJP രണ്ടാം സ്ഥാനത്ത് വന്നേക്കാം എന്ന് തോന്നുന്ന മണ്ഡലമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം, തൃശ്ശൂർ, അങ്ങനെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിൽ പോലും UDF എങ്ങനെയാണ് ഫൈറ്റ് ബാക്ക് ചെയ്യുന്നത്? UDF ഫൈറ്റ് ബാക്ക് ചെയ്യുന്നത് നിങ്ങൾ അവരുമായിട്ട് BJPയായിട്ട് ടൈപ്പാണ്, ഞങ്ങളാണ് യഥാർത്ഥ ചാമ്പ്യൻ, ഞങ്ങളാണ് BJPക്കെതിരെ യഥാർത്ഥ ചാമ്പ്യൻ എന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികളും കോൺഗ്രസ് നേതാക്കളും പറയുന്നത് കോൺഗ്രസിന് നല്ലതാണ്, CPM നല്ലതാണ്, LDF നല്ലതാണെന്നാണ് ഞാൻ പറയുക. അപ്പോൾ ഞങ്ങൾ തമ്മിലാണ് മത്സരം എന്ന് EP ജയരാജൻ പറഞ്ഞില്ല. ഞങ്ങളും BJP തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞപ്പോൾ ഉടൻ MV ഗോവിന്ദൻ തിരുത്തുന്നത്, പിണറായി വിജയൻ തിരുത്തുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അതും പോസിറ്റീവായ സൈനാണ്. അതർവൈസ് എന്തായിരിക്കും മാറും, BJP കുറേ കൂടി ഹാപ്പി കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള ഈ മത്സരം ഞാൻ ഇതിനെ ആരോഗ്യപരമായും സൗഹാർദ്ദപരമായ മത്സരമായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നതും KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതും നിവൃത്തികേട് കൊണ്ടാണ്. ആ നിവൃത്തികേടിൻ്റെ അറ്റം എന്താണെന്നുള്ളത് ഇന്ത്യൻ ജനത മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിവൃത്തികേട് ഭീതിതമാണ്. യെസ്, എന്തായാലും ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് ചില വൈരുദ്ധ്യങ്ങൾ കേരളത്തിൽ കാണാൻ പറ്റും. കേരളത്തിൽ അതിപ്പോൾ കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കില്ലെങ്കിലും കേരളത്തിന് പുറത്ത് അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിത്രം എന്തായിരിക്കും, അതിൻ്റെ നഷ്ടം എന്തായിരിക്കും എന്നുള്ളത് സംസാരിക്കേണ്ട വിഷയമാണ്.